ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ പൗഡർ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ടിപ്സ് എന്താണെന്ന് നോക്കാം. നമ്മുടെ വീട്ടിൽ ഇതേപോലെയുള്ള ബെഡ്ഷീറ്റുകളൊക്കെ നമ്മൾ മഴക്കാലം നമ്മൾ എത്ര കഴുകിയിട്ട് നമ്മൾ വൃത്തിയായിട്ട് വെച്ച് കഴിഞ്ഞാലും ഉണക്കിയിട്ട് വെച്ച് കഴിഞ്ഞാലും മഴക്കാലത്ത് വല്ലാതൊരു ബാഡ് സ്മെല്ല് ഉണ്ടാവും അല്ലേ. ആ ഒരു ബാഡ് സ്മെല്ല് പോകാൻ പറ്റുന്ന നല്ലൊരു ടിപ്സാണ് ഞാൻ ഈ കാണിക്കുന്നത്. അതിനുവേണ്ടി ഞാനിതാ ഇവിടെ ഒരു പേപ്പറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ ടവലോ എന്തെങ്കിലും ഒന്ന് എടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് മടക്കി വെക്കാം. ഇതേപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് നമ്മൾ ഈ ഒരു പേപ്പറിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഒരു ഹോൾസ് വെച്ച് കൊടുക്കാം. നമ്മളൊരു പിന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കാം. ഇതേപോലെ കുത്തി കൊടുത്തിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ ഈ ഒരു ബെഡ്ഷീറ്റില്ലേ, ഈ ബെഡ്ഷീറ്റിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ വെച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബെഡ്ഷീറ്റിൻ്റെ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട് നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ. നമ്മുടെ അൽമാരയുടെ ഉള്ളിലൊക്കെ നല്ലൊരു മണം ഉണ്ടാവും. നമ്മൾ ബെഡ്ഷീറ്റ് എടുക്കുമ്പം തന്നെ ഒരു ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി അടുത്ത ടിപ്സ്, നമ്മുടെ വീട്ടിൽ ഇതുപോലുള്ള ഷൂസൊക്കെ ഉണ്ടാവും അല്ലേ. ഈ ഒരു ഷൂസിൻ്റെ ഉള്ളിൽ മഴക്കാലം ആയതുകൊണ്ട് തന്നെ വല്ലാതൊരു ബാഡ് സ്മെല്ല് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഒരു ബാഡ് സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഇതേപോലെ ഒരു 2 പേപ്പർ എടുക്കുന്നുണ്ട്. ആ ഒരു പേപ്പറിൽ നമുക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 പേപ്പറിലും പൗഡർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു 2 പേപ്പറും നമുക്ക് മടക്കി വെച്ച് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കുക. മടക്കി എടുത്തതിന് ശേഷം നമുക്കൊരു പിന്നെടുത്തിട്ട് ഇതേപോലെ എല്ലായിടത്തും ഒന്ന് കുത്തി കൊടുക്കാം. 2 പേപ്പറിനും ഇതേപോലെ ഒന്ന് കുത്തി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഷൂസിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഷൂസിൻ്റെ ഒരു ബാഡ് സ്മെല്ല് പോയിട്ട് നല്ലൊരു സ്മെല്ലുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം. ഇനി അടുത്ത ടിപ്സ്, നമ്മുടെ കയ്യിൽ റിങ് എല്ലാം ഇട്ട് കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ ഭയങ്കര ടൈറ്റായിട്ട് നമുക്ക് ഊരിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. ഈ റിങ് കഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ കുറച്ച് കയ്യിൽ പൗഡർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു കൈയിൻ്റെ വിരലിൽ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ റിങ് ഊരിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് റിങ് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാൻ ചെയ്തിട്ട് കണ്ടോ, ഇതേപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് റിങ് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമുക്ക് വളയൊക്കെ ഇടുമ്പോൾ പെട്ടെന്ന് ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അങ്ങോട്ട് കൈയിൻ്റെ ഉള്ളിലോട്ട് കയറില്ല അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ തന്നെ കുറച്ച് പൗഡർ എടുത്തിട്ട് കൈക്ക് ഇട്ട് കൊടുക്കുക. കൈയൊക്കെ മുറിഞ്ഞിട്ട് വല്ലാണ്ട് നാശമായി പോവല്ലേ നമ്മൾ ഈ ഒരു ടൈറ്റുള്ള വളയൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ഇതേപോലെ നന്നായിട്ട് കയ്യിൽ പൗഡർ ഒന്ന് തേച്ച് കൊടുക്കുക. കുറച്ച് നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കണം ഇതേപോലെ. എന്നിട്ട് നമ്മൾ വള ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതേപോലെ ഒന്ന് വള ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നമുക്ക് ഈസി ആയിട്ട് വള ഊരാനും ഇടാനും പറ്റും. അപ്പോൾ നിങ്ങളിത് ഇതേപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്ത ടിപ്സ് നോക്കാം. നമ്മുടെ മൊബൈൽ ഫോണ് നമ്മൾ കിച്ചണിലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്ലാസിൻ്റെ മുകളിലായിട്ട് ഒരു നമുക്ക് അപ്പുറം ഇപ്പുറം ഒന്നും മാറ്റാൻ കഴിയില്ല അല്ലേ. ടച്ച് പോയതുപോലെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് പോകാണ്ട് അത് നമുക്ക് ഗ്ലാസ് ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ലേശം ഒന്ന് പൗഡർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു തുണി വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് തുടച്ച് എടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു കിച്ചണിൽ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു മെഴുക്കും എല്ലാം പോയിട്ട് നമുക്ക് ടച്ച് നന്നായിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്സ് നോക്കാം. ഇപ്പം മഴക്കാലമായതുകൊണ്ട് തന്നെ നമ്മൾ ഷോക്സൊക്കെ എത്ര കഴുകി ഉണക്കിയാലും ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവും അല്ലേ. ഒരു ബാഡ് സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ
കുറച്ച് പൗഡർ എടുത്തിട്ട് ഈ ഒരു ഷോക്സിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇതൊന്ന് കൊട്ടിക്കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കുക. അന്നേരം നമ്മുടെ ഈ ഒരു ഷോക്സിന് നല്ലൊരു സ്മെല്ലും മണമൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ മഴക്കാലമൊക്കെ ഷോക്സൊക്കെ ഇതേപോലെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് നമ്മുടെ ബെഡ്റൂമിലൊക്കെ കയറുമ്പോൾ ഒരു ബെഡൊക്കെ ഒരു പൂപ്പൽ മണം ഉണ്ടാവും അല്ലേ. ഒരു പൂപ്പൽ മണം പോകാൻ വേണ്ടി നമ്മുടെ ബെഡിൻ്റെ ഒരു കാല് വെക്കുന്ന ഒരു ഭാഗത്തായിട്ട് നമ്മൾ കുറച്ച് പൗഡർ ഒന്ന് തട്ടിക്കൊടുക്കുക. എന്നിട്ട് ഒരു തുണി വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് കൊട്ടിക്കളയുക. ഇത് അലർജി ഉള്ളവരുടെ ബെഡിൽ നമ്മൾ ചെയ്യരുത്. അവർക്ക് അലർജി പ്രശ്നം കൂടിപ്പോവും. അതുകൊണ്ട് അലർജിയൊന്നും ഇല്ലാതെ സാധാരണ ഉള്ളവരുടെ ബെഡിലൊക്കെ നമ്മൾ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബെഡ് നല്ലൊരു സ്മെല്ലുണ്ടാവും. അടുത്ത ടിപ്സ്, നമ്മുടെ ഇതേപോലെയുള്ള ടൈലിൻ്റെയൊക്കെ ഒരു സൈഡ് ഉണ്ടാവും അല്ലേ, ചുമരിൻ്റെ സൈഡായിട്ട് ആ ഒരു സൈഡിൽ അധികവും ഉറുമ്പ് വരും. ആ ഒരു ഉറുമ്പ് വരുന്നത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ കുറച്ച് പൗഡർ എടുത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ശല്യം ഉണ്ടാവില്ല. ഇനി അടുത്ത ടിപ്സ്, നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൽ നമ്മൾ രാവിലെയൊക്കെ ഭക്ഷണമെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എണ്ണയൊക്കെ നിറച്ചുമായിട്ട് അതിൻ്റെ മുകളിൽ പടർന്ന് കിടക്കുന്നുണ്ടാവും അല്ലേ. അതൊക്കെ ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് ഈ എണ്ണമയൊക്കെ പോയി കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് പൗഡർ ഇതിൻ്റെ മുകളിലായിട്ട് നന്നായിട്ടൊന്ന് വിതറി കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഒന്ന് വിതറി കൊടുത്തതിന് ശേഷം നമ്മളൊരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു തുണിയോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് ഉരച്ചു കൊടുക്കുക. അപ്പം ഞാനൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് നന്നായിട്ട് ഇതൊന്ന് ഉരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഉണക്ക് തുണിയോ അല്ലെങ്കിൽ ഒരു ചെറുതായിട്ട് നനവുള്ള തുണി വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്യാസ് സ്റ്റൗ നല്ലൊരു തിളക്കം ഉണ്ടാവും. ഒരു എണ്ണ മെഴുക്കൊക്കെ പോയിട്ട് നല്ല പുതിയൊരു ഗ്യാസ് സ്റ്റൗ പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം. നമ്മുടെ ഈ ഒരു പൗഡർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതേപോലെയുള്ള കുറേ ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ല, അടുപ്പ് നല്ലൊരു ക്ലീൻ ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റും. ഇനി അടുത്ത ടിപ്സ്, നമ്മൾ ഇതേപോലെ ഗ്യാസ് സ്റ്റൗവിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഉറുമ്പ് വരാൻ സാധ്യതയുണ്ട് അല്ലേ. ആ ഒരു ഉറുമ്പ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതേപോലെ ഗ്യാസ് സ്റ്റൗവിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് ഈ ഒരു പൗഡർ ഇതേപോലെ ഒന്ന് വിതറി കൊടുക്കുക. അന്നേരം നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടുത്തൊന്നും ഉറുമ്പ് വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്താണ് കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്